നടപ്പന്തലിന്റെ ഉള്ളിൽ റീൽസും കാര്യങ്ങളും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് താത്തയ്ക്ക് ഇപ്പൊ നടപ്പന്തലിന്റെ ഉള്ളിലോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ താത്ത വഴിയിൽ നിന്നിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. അത് ചെയ്തോട്ടെ. ഹിന്ദുക്കൾ എന്തായാലും വിചാരിച്ച കാര്യം ഹിന്ദുക്കൾ നിറവേറ്റിയിട്ടുണ്ട്. പിന്നെ അവർ പുറത്ത് കാണിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളുടെ വിഷയമല്ല. ഞാൻ എന്ത് കാര്യങ്ങളും മനസ്സിലാക്കി അല്ലെങ്കിൽ നേരിട്ട് അന്വേഷിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആണ് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. വെറുതെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഞാൻ നേരിട്ട് അന്വേഷിച്ച് അറിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭർത്താവുണ്ട്. ഭർത്താവില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഇവർക്കൊരു ഭർത്താവുണ്ട് കേട്ടോ. പക്ഷെ ഭർത്താവ് മായാവിയാണ്, അരൂപിയാണ്. കാരണം നാട്ടുകാരും ഈ അടുത്തെങ്ങും ഇവരുടെ ഭർത്താവിനെ കണ്ടിട്ടില്ല. ഒരു വട്ടം വന്നു പോയി എന്നൊക്കെ പറയുന്നു, പക്ഷെ നാട്ടുകാർ കണ്ടിട്ടില്ല. പകൽ വെളിച്ചത്തിൽ നാട്ടിലിറങ്ങി നടക്കാൻ അയാൾക്ക് കഴിയൂല എന്നാണ് നമ്മൾ നാട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ എന്തുകൊണ്ട് അയാൾ പ്രതികരിക്കുന്നില്ല എന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പണമാണല്ലോ ബിഗിലെ മുഖ്യം എന്ന് പറയുന്നത്. അപ്പൊ പണം കിട്ടുമ്പോൾ അത് ഏത് വിധേനയായാലും, ഇനിയിപ്പൊ മാനം കളഞ്ഞിട്ടാണെങ്കിലും കിട്ടുന്നത് പണമാണെങ്കിൽ ആ മാനിക്കേട് അയാൾ അങ്ങ് സഹിച്ചു. അതാണിപ്പൊ നടക്കുന്നത്. നാറിയാലും പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. ഒരു ഫോട്ടോ വരച്ചു കൊടുത്തിട്ട് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന അളവറ്റ ധനം മാത്രമാണ് ലക്ഷ്യം. നാറിപ്പുഴുത്താലും മാനം പോയാലും വേണ്ടിയില്ല, ആവുന്നിടത്തോളം പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രം. ഇവർക്ക് ഇവരുടെ മഹലില് വരിയില്ല. നമ്മൾ അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചു. വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒന്നും ഞാൻ പുറത്തു വിടാത്തത് അറിയാലോ ഇവരുടെ സ്വഭാവം. നാളെ അവർക്കും കൂടി ഒരു പ്രശ്നമാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. തെളിവുകൾ പുറത്തുവിട്ടാൽ ഉടനെ തന്നെ ഈ സ്ത്രീ വന്നിട്ട് അവരുടെ മെക്കിട്ട് കയറുക. അവർക്ക് നാട്ടിൽ നടക്കാനുള്ളതാണ്. കൂടെ നിൽക്കുന്നത് അവരുടെ ആങ്ങളെയല്ല എന്നുള്ള ഒരു കാര്യം നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. നാട്ടുകാർ മൗനം പാലിക്കുന്നത് എന്താണ് ഈ സ്ത്രീക്കെതിരെ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീ വളരെ വൃത്തികെട്ട രീതിയിൽ അവരുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറിയിട്ട് ചോദ്യം ചെയ്യും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നാട്ടുകാർ ഇതിനെതിരെ പ്രതികരിക്കാത്തത്. ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. ഇവളും കറകളഞ്ഞ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും പാർട്ടിക്കാരിയും കൂടിയിട്ടാണ് ഈ BJP-ക്കാരുടെ തോളി കൈയിട്ട് സുരേഷ് ഗോപിനെ അടക്കം പ്രധാനമന്ത്രിനെ അടക്കം ചതിച്ചത്. ഇവർക്ക് മാനമല്ല വലുത്, ഇവർക്ക് പണമാണ് വലുത്. ഇവർക്ക് അന്തസ്സും അഭിമാനവും ഇല്ലെങ്കിലും അതെല്ലാം കളഞ്ഞു വിളിച്ചാലും അവർക്ക് അത്യാവശ്യം പണം ഉണ്ടാക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇവര്. സത്യം പറഞ്ഞാൽ BJP-ക്കാർക്ക് ഇനി പറ്റൊന്നും ഇല്ല. സുരേഷ് ഗോപി ട്രാപ്പിലാവുന്നതിന് മുമ്പ് സുരേഷ് ഗോപി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയായ ഒരു സ്ത്രീ വന്നിട്ട് BJP-ക്കാർക്കിടെ തോളത്ത് കൈയിട്ട് നടന്നത് എന്തിന് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്കറിയേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ അത്യാവശ്യം അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാനൊന്നുമില്ല. പിന്നെ ഇവളുടെ ഹണി ട്രാപ്പിന്റെ കഥകളൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഹിന്ദുക്കൾ ഇത്ര വിവരമില്ലാത്തതാണോ എന്ന്. വിവരമില്ലാത്തതല്ല. ഹിന്ദുക്കൾ ഒന്നും കാണാണ്ടൊന്നും ഒരാളെയും വിളിച്ച് ഫോട്ടോ വാങ്ങിക്കില്ല. ഈ ഫോട്ടോ ഇപ്പോഴും ഓരോരുത്തരാണെങ്കിലും ഇടയ്ക്ക് വാങ്ങിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാകും. ഇവർക്ക് ഇപ്പൊ വരുന്ന കോളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വക അവിയല് പരുവത്തിലുള്ള കോളുകളാണ് വരുന്നത്. കാരണം അവരുടെ പേരിപ്പോൾ അതാണ്. ആളുകൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഇവരെ കാണുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ആ രീതിയിലുള്ള കോളുകളാണ് ഇപ്പൊ ഇവൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡെയിലി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പണ്ടത്തെ പേരൊക്കെ പോയി ഇപ്പൊ നല്ലൊരു ഉഗ്രം പേര് വന്നിട്ടുണ്ട്. ആ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എനിക്കും കൂടി മാനക്കേടാണ്. അപ്പൊ നമ്മുടെ ഹിന്ദുക്കളിൽ ഏതെങ്കിലും ആൾക്കാർ ഇവിടെ വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ഇപ്പോഴും ഫോട്ടോയ്ക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കാം. മേ ബി. നല്ലവരാരും വിളിക്കൂല, നല്ലവരാരും ഫോട്ടോ വാങ്ങിക്കൂല എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്തരത്തിൽ സമൂഹത്തിൽ കേരളത്തിലുടനീളം ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഇന്നില്ല. അപ്പോൾ ഇവളെ വിളിക്കുന്നത് എത്തരക്കാരായിരിക്കും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇവളെ വിളിക്കുന്നത്. പണ്ട് BJP-ക്കാർക്കിടെ തോളിൽ കൈയിട്ട് നിരങ്ങി നടന്നപ്പോഴുള്ള വിലയാണോ ഇപ്പൊ കിട്ടുന്നത്? അത്രയേ ഉള്ളൂ മക്കളെ. ഒരു ഹണി ട്രാപ്പ്, ഒരു പീഡനക്കേസ് കേൾപ്പിച്ചാൽ മതി, എല്ലാം മാറി. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും എടുത്തിട്ടോട്ടെ. അതിനൊന്നും നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം എന്തായിരുന്നു? ഗുരുവായൂരമ്പലം നടന്ന് ഇറക്കുക എന്നുള്ളതായിരുന്നു. അത് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഗുരുവായൂരമ്പലത്തിൻ്റെ മുന്നിലുള്ള റോട്ടിൽ നിന്നിട്ട് എന്ത് കൂത്ത് കാണിച്ചാലും ഹിന്ദുക്കൾ നെവർ മൈൻഡ് ചെയ്യൂല എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അപ്പൊ ഹിന്ദുക്കളുടെ ആവശ്യം നടന്നിട്ടുണ്ട്. ഹിന്ദുക്കൾ എന്നെ ജയിച്ചു. ഇനി ഈ സ്ത്രീ പോണ വഴിക്കോ വരുന്ന വഴിക്കോ എന്ത് കാണിച്ചാലും ഹിന്ദു ജനങ്ങൾക്ക് ഒന്നുമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. പിന്നെ ഇപ്പൊ വിളിക്കുന്നത് ഭർത്താവല്ലാന്നും സാധനങ്ങൾ കൊടുത്തയച്ചത് ഭർത്താവിനല്ലാന്നും ഒക്കെ നമുക്കറിയാം. എന്നാലും അവർ കാണിച്ചോട്ടെ, അവർക്ക് വ്ലോഗ് ചെയ്യാനുള്ളതല്ലേ ചെയ്തോട്ടെ. അമ്പലനടയിൽ നിന്ന് ഇറക്കിയല്ലോ,
നമുക്കതുപോലെ നമ്മൾ വിജയിച്ചില്ലേ, പിന്നെ ഇനി ആർക്ക് സാധനം കൊടുത്താലും എന്ത് സാധനം കൊടുത്താലും നമ്മൾ അവളുടെ ഒരു കാര്യം അന്വേഷിച്ച് പോകുന്നില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ ഹാസ്യപരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുമെന്നല്ലാണ്ട് നമ്മൾ ഇതിന് വലിയ പ്രാധാന്യം ഇനി കൊടുക്കുന്നില്ല. കാരണം പല്ലുപോയ ഒരു പട്ടി വഴിയിൽ നിന്നിട്ട് വല്ലാതെ കുരയ്ക്കും, പക്ഷെ അതിനാരും മൈൻഡ് ചെയ്യൂല, കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയേ ചെയ്യുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അമ്പലനടയിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റാത്തടത്തോളം കാലം ഹിന്ദു ജനങ്ങൾക്ക് ഇനി സമാധാനിക്കാം, സമാധാനമായിട്ട് ഉറങ്ങാം. കാരണം എന്താണെന്നറിയോ, ഗുരുവായൂരപ്പൻ്റെ പേരിൽ ഇനി വിവാദങ്ങളും ഉണ്ടാവില്ല. അതിനായിട്ട് വേഷം കെട്ടി ഈ സ്ത്രീക്ക് ഗുരുവായൂരമ്പല നടയിലേക്ക് വരാനും പറ്റൂല. വഴിയിൽ നിന്ന് എത്ര വേണേലും കുറച്ചിട്ട് പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നെവർ മൈൻഡ്. അപ്പൊ അവരുടെ കെട്ടിയോൻ വിളിക്കുന്നതോ ഇനി കെട്ടിയോനോ ഉണ്ടെന്ന് കാണിക്കാനോ, ഇനി വിളിക്കുന്നതോ, സാധനങ്ങൾ വരുന്നതോ, സാധനങ്ങൾ വന്നത് കെട്ടിയോൻ്റെ അല്ലാന്നും സാധനങ്ങൾ ഇപ്പൊ കൊടുത്തു വിട്ടത് കെട്ടിയോനല്ലാന്നും ഒക്കെ അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളത് വലിയ മൈൻഡ് ആക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വ്ലോഗ് ചെയ്യാൻ അവർക്കും അവകാശം ഉണ്ടല്ലോ അല്ലേ. നമ്മളെല്ലാത്തിനും കയറി വിമർശിക്കാൻ പാടില്ല. നമ്മൾക്ക് എന്തായിരുന്നു ആവശ്യം, ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് ഇവളെ ഇറക്കുക. അതെന്തായാലും ഹിന്ദുക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഗുരുവായൂർ അമ്പല നടയിൽ പോകുന്ന വീഡിയോയ്ക്ക് മാത്രം റീച്ചില്ല, ബാക്കി ഇവളുടെ വീഡിയോകൾക്ക് മാത്രമേ റീച്ചുള്ളൂ. അതായത് ഇവൾ കഴിക്കുന്നത്, കുളിക്കുന്നത്, ഉടുക്കുന്നത്, ഇവളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതിന് മാത്രമേ ഇപ്പം അവൾക്ക് പെട്ടെന്ന് റീച്ച് കയറുന്നുള്ളൂ. അപ്പം ഹിന്ദുക്കൾക്ക് ഇനി ധൈര്യമായിട്ടിരിക്കാം, സമാധാനിക്കാം. അമ്പലനടയിൽ ഇവൾക്ക് കയറി ഇനി വീഡിയോ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അമ്പലനടയിലേക്ക് ഇപ്പം ഇവള് ചെല്ലുന്നില്ല എന്നാണ് നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം. തെളിവ് കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റൂല, കാരണം അത് നാളെ അവരെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇങ്ങനെ പറഞ്ഞു പോവാൻ എന്ന് മാത്രമേ കഴിയുള്ളൂ. പിന്നെ എൻ്റെ കാര്യം, എന്നെ ഗുരുവായൂർ നടയിൽ വെച്ച് ആക്രമിച്ചത്, അതിനിപ്പം കേസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് അവൾക്ക് തിരിച്ചടികൾ തന്നെയായിരുന്നു ഭഗവാൻ കൊടുത്തോണ്ടിരുന്നത്. അതൊക്കെ ഇവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇവളുടെ ആശുപത്രിവാസം എന്ന് പറയുന്നത് തന്നെയാണ് ഇവൾക്കുള്ള ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത്. ധാരാളം അനുഭവിച്ചു ഈ സ്ത്രീ. അപ്പൊ ഹിന്ദുക്കൾ കമന്റ് ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുക്കൾ ഒന്നും മനസ്സിലാക്കാത്തവരാണ് എന്ന് അർത്ഥമില്ല. ഹിന്ദുക്കളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കി ഇവർ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. അമ്പലനടയിലെ വൃത്തികേട് നിന്നോ, ഹിന്ദുക്കൾക്ക് അത്രയും നോക്കിയാൽ മതി. ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ കയറി കളിച്ചാൽ മാത്രം ശക്തമായി പ്രതികരിക്കും. പറശ്ശിനി മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ പിന്നെ രണ്ടാമത് വന്നത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, പറശ്ശിനി കടവ് അമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് അകത്ത് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂല. കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ല. പുറത്ത് നിന്നിട്ടുള്ള ഇതുപോലുള്ള ഗുരുവായൂരമ്പലത്തിൻ്റെ റോട്ടിൽ നിന്ന് എങ്ങനെയാണോ കൂത്താടുന്നത് അതുപോലുള്ള കൂത്താട്ടാണ് പറശ്ശിനി മടപ്പുരയുടെ പുറത്ത് ചെയ്തത്. പക്ഷെ ഒരു മുത്തപ്പൻ ഒരു അരുളപ്പാട് കൊടുക്കുന്നത് വീഡിയോ ആക്കിയത് പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിച്ചത്. പക്ഷെ അത് പറശ്ശിനിക്കടവിലെ മുത്തപ്പനല്ല എന്ന് മനസ്സിലായതോടുകൂടി നമുക്ക് അതും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പറശ്ശിനിക്കടവിൻ്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ല. പക്ഷെ പറശ്ശിനിക്കടവിലേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ആ വീഡിയോ അവർ പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പ്രതികരിച്ചത്. പിന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, നമുക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. രസകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.